അങ്ങനെ എത്ര നാളത്തെ തയ്യാറെടുപ്പാണ്, അലച്ചിലാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്നൊന്ന് ഇരിക്കാൻ സമയമില്ലെന്ന് പറയുന്ന പോലെയാണ്. അതേപോലെയുള്ള തിരക്കായിരുന്നു. പിന്നെ പാർട്ടിയിലെ പ്രവർത്തകരുടെ കാര്യം പറയണ്ട. ഇവിടെയാണെങ്കിൽ വാർഡ് തലത്തിൽ മത്സരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലോക്കിലേക്കുള്ള ഒരു പയ്യനായിരുന്നു, അതിനെ ഒരു ദിവസം വണ്ടിയെ പോകുന്നത് കണ്ട്. പിന്നെ ജില്ലയിലെ ആളിനൊന്നും കണ്ടില്ല, കാരണം അവർക്കൊന്നും എല്ലായിടവും എത്താൻ പറ്റില്ല. ജില്ലയിലെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടു, ഒരു പാർട്ടിയിൽ ഒരാളത് കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഏതായാലും ഇന്നത് കഴിഞ്ഞു. ഞാൻ മാനസയായിട്ട് പോകാം വിചാരിച്ചു. പിന്നെ അവളുടെ അച്ഛൻ വന്നു. അതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോയ സമയത്ത് ഞാൻ പതുക്കെ എൻ്റെ ജോലിയൊക്കെ ഒതുക്കി 5 മണി ആ ഒരു ടൈമിൽ ഞാൻ ചെന്നു. ആരുമില്ല. ചെന്നു, വോട്ട് ചെയ്തു. പിന്നെ തിരിച്ചു. അപ്പോൾ ഒത്തിരി സമയമുണ്ടല്ലോ, ഇവിടെ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി ഇത്തിരി നേരം അവിടെ സംസാരിച്ചു. അച്ഛന് സുഖമില്ലായിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി സംസാരിച്ച് കുറേ നാളിന് മുമ്പ് ഞാനും മാനസയും കൂടെ ഒന്ന് പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്നപ്പോൾ അവിടെ വേറെ 2 പേരും വന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻസ്. പിന്നെ അവരുമായിട്ട് ഒക്കെ സംസാരിച്ച് പതുക്കെ ഇങ്ങനെ പോന്നു. അതാണ് ഇന്ന് രാവിലെ ആണെങ്കിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം സാറിന് ബൂത്ത് ഏജൻ്റായിട്ടുണ്ട്. അപ്പം ക്ലാസ് വെച്ചു. വൈകുന്നേരം പിന്നെ വെച്ചില്ല, കാരണം നമുക്കറിയാൻ പറ്റത്തില്ലേ എന്തൊക്കെയോ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരല്ലേ, ഇരുട്ടാവുന്ന സമയമൊക്കെ അല്ലേ. അതുകൊണ്ട് പിന്നെ വൈകിട്ടത്തത് ഞങ്ങൾ മാറ്റി വെച്ചു. അങ്ങനെ നാളെ രാവിലെ ഉണ്ട് ക്ലാസ്. അപ്പം ഈ ഒരു ആഴ്ച ക്ലാസ്സില്ലാത്ത സ്കൂളുണ്ട്. അവിടെ ഇതുമില്ല, നമ്മുടെ ഈ വോട്ടിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന മെഷീനൊക്കെ കൊണ്ടുവയ്ക്കുന്ന വലിയൊരു സ്കൂളുണ്ട്. അവിടെ ഈ ഒരാഴ്ച ക്ലാസ്സില്ല. അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ചെല്ലുമ്പോഴത്തേക്കും എക്സാമാണ്. അപ്പം പിന്നെ അവരുടെ ഇത് തീർക്കണമല്ലോ, പോർഷൻസൊക്കെ തീർക്കാനുണ്ട് കുറേ. കാരണം ഈ 10-നെയൊക്കെ എന്ന് വെച്ചാൽ 20 പേജാണ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിലെ സംബന്ധിച്ച് അവർ പറയുന്നത്, സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ പുസ്തകം എടുത്ത് പിടിച്ചോണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയാം. അങ്ങനെ അവരുടെ ക്ലാസ് അങ്ങനെ. അപ്പം നമ്മളും അപ്പോൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി അവരെ പഠിപ്പിക്കണം. കാരണം ഇവർക്ക് സ്കൂളിലെടുത്തതിൻ്റെ ഒന്നും തന്നെ അവരുടെ ഇല്ല എന്ന രീതിയിലാണ് അവരുടെ വർത്തമാനം. അപ്പം നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ നീണ്ടു പോകും. അങ്ങനെ ഏതായാലും ആ ഒരു എക്സാമും പിന്നെ വരുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താണ് പറയണത്, കാലാവസ്ഥ ഏതായാലുമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ തണുപ്പുണ്ട്. നമുക്ക് ആകെ ഒരു വലിച്ചിലാണ്, കാലൊക്കെ ഇങ്ങനെ പൊരിയുന്നതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട്, ആകെ ഒരു ബുദ്ധിമുട്ട്. കുറേ ക്രീമൊക്കെ വാരി തേച്ചിട്ട് എവിടെ, മാനസയാണെങ്കിൽ എണ്ണ തേക്കുന്നു, ക്രീം തേക്കുന്നു, എന്താ കാര്യം. അല്ലെങ്കിൽ അവളുടെ സ്കിന്ന് ഇത്തിരി ഡ്രൈ ആണ്, കാല്. അപ്പോൾ ഈ ഒരു മഞ്ഞിൻ്റെ ഒരു ടൈം ആകുമ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ കാലിലോട്ട് നോക്കുമ്പോൾ ഒരു അവജ്ഞത തോന്നുന്നതാണ്. ഞാനാണെങ്കിൽ ഈ കാലൊക്കെ നല്ലപോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷേ ഈ ക്രീം തേച്ച് ഈ ഒരു ടൈമിൽ ക്രീം കമ്പനിക്കാരെല്ലാം രക്ഷപ്പെടും, പിന്നെ ലോഷനും മറ്റുമൊക്കെ. നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെ, വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ തണുപ്പ് ഇച്ചിരി കൂടെ കൂടും. മരം കോച്ചുന്ന തണുപ്പെന്നല്ലേ പറയുന്നത് മകരമാസത്തിൽ. അപ്പം ആ ഒരു തണുപ്പിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ അച്ഛനാണെങ്കിൽ അയൽക്കൂട്ടമുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടൂറ് മറ്റന്നാളോ അങ്ങോട്ട് പോവുകയാണ്. മറ്റന്നാളാണ്, ഈ മാസം ലാസ്റ്റാണ്. അത് ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മൂന്നാറാണ്, നല്ല തണുപ്പാണ് പറയുന്നത്. അപ്പോൾ അവരതിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പം നാളെ ഇവിടെ ഒരു അയൽക്കൂട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അപ്പോൾ അത് ഈ ഏരിയയിലാണ്, മുകളിൽ വെച്ചിട്ടാണ്, ഈ ഏരിയയിലാണ് ഓപ്പണായിട്ട് കിടക്കുന്നത്. അപ്പം ഞങ്ങളുടെ കുറച്ച് മാനസയാണെങ്കിൽ ഈ പിള്ളേർ പഠിക്കാൻ വരുമ്പോൾ അവരുടെ മുന്നിൽ വലിയ ഷോ കാണിക്കുന്നത്, എന്തൊക്കെയാണ് അവൾ കാണിക്കുന്നത്. ഇവിടെ ഇത് സാധനം മൊത്തം വലിച്ചെറിഞ്ഞിട്ടില്ല, ഇട്ടേക്കുവാണ്. ഇനി ഇതെല്ലാം പെറുക്കിയെടുത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. അതൊരു വലിയ ജോലിയായിട്ട് കിടക്കുന്നു. അതൊക്കെയാണ് ഇനിയും കിടക്കുന്ന ജോലികൾ. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു വഴിക്കാവും. അപ്പം എല്ലാവരും വോട്ട് ചെയ്തില്ല അല്ലേ?
എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, 6 മണി വരെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അത് പറയാൻ മറന്നുപോയില്ല. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചു. അപ്പം ഞാൻ ഈ പ്ലാൻസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം, എന്നാലും ഒന്ന് വിളിച്ച് നോക്കിയത് എന്താണോ തൻ്റെ പ്ലാൻസിനെ കുറിച്ചുള്ള ഇതെന്ന്. അപ്പം ഞാൻ എന്തൊക്കെ വെച്ച് താൻ വോട്ട് ചെയ്തോ? ഞാൻ പറഞ്ഞു ഇല്ലടോ, ഇനിയുണ്ടല്ലോ, 6 മണി വരെ ഉണ്ടല്ലോ, 5 മണി കഴിയട്ടെ. അപ്പം പറഞ്ഞ ഞാൻ രാവിലെ ചെയ്തെന്ന് തന്നെ. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ, നമ്മൾ ചെല്ലുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പാർട്ടിക്കാർ വേറെ രീതിയിൽ വേറെ ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക, അതിനൊക്കെ ഉള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പം ഞാൻ ചെല്ലുന്ന കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് എൻ്റെ ചേട്ടൻ, പുള്ളിയുടെ ഒരു ചേട്ടനാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് വൈകുന്നേരം ആയപ്പം എല്ലാവരും കൂടെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകും. ചെന്നവൻ പറയണം അത് നിങ്ങളുടെ പേരിലുള്ള ആൾ വോട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? അവനില്ല, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അപ്പം എന്താ ചെയ്യുക, നമ്മൾ യഥാർത്ഥ വ്യക്തി എന്നല്ലോ. അപ്പോൾ ഇവർ ഒരു ബാലറ്റ് തരും. നമുക്ക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാലറ്റ് തന്നതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തിട്ട് അവരത് സേവ് ചെയ്ത് മാറ്റി വയ്ക്കും. അത് വോട്ട് എണ്ണുമ്പോൾ അത് എണ്ണില്ല. അതിന് ശേഷം കൗണ്ട് ചെയ്യുമ്പം 2 സ്ഥാനാർത്ഥികൾ ഒരേ വോട്ടിൽ വരികയാണെങ്കിൽ ആ സമയത്ത് ഈ ബാലറ്റും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ആര് ജയിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പുതിയ അറിവായിട്ട് എനിക്ക് കിട്ടി. അപ്പം ഞാനോർത്ത് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ പേരിൽ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ, ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് പ്രകാരം എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കൊരു ദൈവമേ ആരെങ്കിലും നമുക്ക് ഉള്ള വോട്ട് ചെയ്ത് കാണുമോ? ഏതായാലും പിന്നെ പോയി, 5 മണിയായി. പോയപ്പം പിന്നെ ചെയ്തു. ഏതായാലും അതാണ് വോട്ടിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.